Welcome back to our YouTube channel. നിങ്ങൾ വിചാരിക്കും ഞങ്ങളത് എത്ര ഹാപ്പി ആയിട്ടത് വേറെ ഒന്നല്ല. നമ്മൾ ലാലേട്ടൻ്റെ എമ്പുരാൻ സിനിമ കാണാൻ പോവാണ്. നമ്മളത് റിലീസ് ചെയ്യുന്ന ദിവസം കാണണമെന്ന് വെച്ചാൽ പക്ഷെ പറ്റിയില്ല. അന്ന് എക്സാം ആയിരുന്നു, ലാസ്റ്റ് എക്സാം ആയിരുന്നു, അതുകൊണ്ട് കണ്ടില്ല. എന്നാലും നമ്മളിന്ന് കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ടിക്കറ്റ് കിട്ടുമോന്നൊക്കെ ഡൗട്ടാണ്. പോയി നോക്കി തന്നെ ഗൈസ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, നമ്മൾ എവിടെ ചെന്നാലും കണക്കാണ് ഗൈസ്. മഴ അത് മസ്റ്റാണ്. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ കോഴിക്കോട് നല്ല മഴയുള്ള ടൈമായിരുന്നു തമിഴ്നാട് പളനി പോയത്. അന്ന് നമ്മൾ അമ്പലത്തിൽ തൊഴാനൊക്കെ എന്താ പറയുക നനഞ്ഞു കുളിച്ച ആളുകൾ. ഇപ്പോൾ നോക്കുതാ നമ്മൾ എമ്പുരാൻ കാണാൻ പോകുമ്പോൾ അതിലും വലിയ മഴ, നല്ലോണം മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. തിയേറ്ററിൽ തുറന്നിട്ടില്ല, തിയേറ്ററല്ല നമ്മളെ ഗേറ്റ് തുറന്നിട്ടില്ല. ടിക്കറ്റ് എടുക്കാനുള്ളത് 5:30 ആയിട്ടേ ഉള്ളൂ. 6:30 ആകുമ്പോഴാണ് തുറക്കൂ. നമ്മൾ നേരത്തെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടിക്കറ്റ് കിട്ടിയില്ല. കാരണം നമുക്ക് നാളത്തേക്കുള്ള ഷോ അടക്കം ബുക്കിടാണ്. ഞങ്ങൾ കുറേ ട്രൈ ചെയ്ത് ബുക്ക് ചെയ്യാൻ, പക്ഷെ പറ്റിയില്ല. സോ നമ്മൾ നേരത്തെ വന്നത്. അതായത് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ നമ്മളോട് 6:30 ആകുമ്പം ഒരു 10-15 ടിക്കറ്റ് കിട്ടുന്നുണ്ടാവും നേരത്തെ വരുന്നവർക്കുള്ളതാണ്. അങ്ങനെ നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്കും വന്നതാണ്. 6:30 ആകുമ്പോഴത്തേക്ക് വേഗം ചെന്നാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങൾ ത്രില്ലടിച്ചിരിക്കുകയാണ്. പോസ്റ്ററുകളും ട്രെയിലറൊക്കെ കണ്ടിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ കാത്തു നിന്നാൽ ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ വേഗം തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി അച്ഛനും അമ്മയും അതിൻ്റെ ഉള്ളിൽ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് വാങ്ങാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഞങ്ങൾ ആ സമയം പുറം മൊത്തം ചുറ്റിക്കളയായിരുന്നു. എന്താ വെച്ചാൽ ഈ നമ്മളെ അടിപൊളി പോസ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത്. മാലയൊക്കെ ഇട്ട് ലാലേട്ടൻ്റെ പോസ്റ്ററും അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ കണ്ടു നോക്ക് നിങ്ങൾ ഗൈസ്, അടിപൊളിയല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ്. അച്ഛനും അമ്മയും അങ്ങനെ പോയി ടിക്കറ്റൊക്കെ വാങ്ങി വന്ന് ടിക്കറ്റ് വാങ്ങിയതിന് ശേഷം നമ്മൾ ടിക്കറ്റ് വാങ്ങിയതിനിപ്പോൾ നമുക്ക് എവിടെ പോയാലും കുഴപ്പമില്ലല്ലോ. നമ്മൾ സിനിമ തുടങ്ങാൻ ഇനി ഒരുപാട് സമയമുണ്ട്, 1 മണിക്കൂറുണ്ട്. അങ്ങനെ നമ്മളൊരു ബാഗ് വാങ്ങാൻ പോയി. അവസാനം അമ്മയ്ക്ക് ആ ബാഗും എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് തിയേറ്ററിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല ബാഗാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗാണ്. കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞിപ്പോൾ തിയേറ്ററിന് അങ്ങോട്ട് പോകുന്നത് കണ്ടോ, വണ്ടി കണ്ടോ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാനാവില്ല, അത്രയും വണ്ടിയായിരുന്നു. ഞങ്ങൾ പുറത്ത് ബാഗ് വാങ്ങാൻ പോകുമ്പോൾ അത്രയും തിരക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അച്ഛനും മുത്തും കൂടെ പോയിട്ട് സ്നാക്സൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത്. നല്ല ആളാണ് കേട്ടോ ഗൈസ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ചുറ്റിനും ഫുൾ ആളുകളാണ്. നമ്മൾ ഈ സൈഡിലോട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ വെയിറ്റിംഗ് സിനിമ തുടങ്ങാനാണ്. ഇത് കണ്ടോ എത്ര ആളാന്ന് നോക്കുക ഗൈസ്. ചുറ്റിനും ഇതെത്ര ആളുണ്ട് എനിക്കറിയില്ല ഗൈസ്. 10,000-ൻ്റെ മുകളിൽ ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അത്രയ്ക്ക് ആളാണ്, തിങ്ങി നിറഞ്ഞ്. പിന്നെ നമ്മൾ ഈ വഴീൻ്റെ ഉള്ളിൽ കൂടെ സ്ക്രീൻ 1ലേക്ക് പോകണം. നമ്മൾ സ്ക്രീൻ 1-ലാണുള്ളത്. ഇവിടെ കയറിയപ്പോൾ തന്നെ മൊത്തത്തിൽ നീലവിളിച്ചായിരുന്നു. നമ്മുടെ ക്ലാരിറ്റി ഇച്ചിരി കുറവായിരിക്കും കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് തിയേറ്ററിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥിരം പരിപാടി തുടങ്ങി. നമ്മൾ സ്നാക്സൊക്കെ പൊട്ടിച്ച് ഫസ്റ്റ് തന്നെ പോപ്കോണൊക്കെ കഴിച്ച് അങ്ങനെ ഇപ്പോൾ സിനിമ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി. നമ്മുടെ എമ്പുരാനൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് അവസാനം നമുക്ക് എമ്പുരാൻ കാണാൻ പറ്റി. പിന്നെ നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മൾ പിന്നെ ഫുള്ള് സ്നാക്സ് കഴിച്ചുകൊണ്ടുള്ള കാണലായിരുന്നു. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ സ്നാക്സ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിനിമ കഴിഞ്ഞിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങായിരുന്നു. റിവ്യൂ പറയാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗൈസ് എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും അറിയില്ല. കണ്ടിരിക്കാം. നമ്മളെ എക്സ്പെക്റ്റേഷൻ അത്ര എനിക്ക് തോന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്താണ് വന്നത്, അത്രയ്ക്ക് എനിക്ക് തോന്നില്ല. എന്നാലും കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു. ലാലേട്ടൻ്റെ ഫൈറ്റ് ആണെങ്കിലും അതൊക്കെ സൂപ്പറായിരുന്നു സെക്കൻഡ് ഹാഫ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ ഒരു സുഖമല്ല, എനിക്ക് ഇങ്ങനെയും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സമയം 12 മണിയായി. പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ എന്താ പറയുക ഗൈസ്, അത്യാവശ്യം നല്ല സിനിമയാണ്. സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് കണ്ടിരിക്കാം ഗൈസ്, ബോറടിക്കില്ല. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.